നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റിലെ മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സെക്കൻഡ് വൺ സെയിൽസ് മാക്സിമൈസേഷൻ, തേർഡ് വൺ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് ഫോർത്ത് വൺ കോസ്റ്റ് മിനിമൈസേഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഫണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യുക, അത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അല്ലേ? ഫണ്ട് പ്രൊക്യൂർമെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഏതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഏതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷൻ. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഏതാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. വെൽത്ത് മാക്സിമൈസേഷനിലൂടെ അർത്ഥമാക്കുന്നത് എന്താ? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെക്കിംഗ് ഓർഡർ തിയറി സ്റ്റേറ്റ്സ് ഫേംസ് പ്രിഫർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? പെക്കിംഗ് ഓർഡർ തിയറി, അല്ലെ? പെക്കിംഗ് ഓർഡർ തിയറി ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ മിക്സ് ഓർ കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ അതിനകത്ത് വരും, റിസോഴ്സ് ആൻഡ് സർപ്ലസ് വരും, അല്ലെ? റീറ്റെയിൻഡ് ഏർണിങ്സ് വരും. ഇതെല്ലാമാണ് ഓണേഴ്സ് ഫണ്ട്. ഡിബഞ്ചർ, ലോൺ, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് എന്ത്? ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോറോഡ് ഫണ്ടും ഓണേഴ്സ് ഫണ്ടും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ, കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, നെറ്റ് ഇൻകം തിയറി ഉണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നത് ഏതാണ്? പെക്കിംഗ് ഓർഡർ തിയറിയാണ്. ഈ പെക്കിംഗ് ഓർഡർ തിയറി കൊണ്ടുവന്നത് ആരാണ്? മയോസ് ആൻഡ് മാഷ്ലീഫ് ഇൻ ദ ഇയർ 1984 ആണ്. ഓക്കെ, അപ്പൊ ഈ പെക്കിംഗ് ഓർഡർ തിയറി കൊണ്ടുവന്നത് മയോസ് ആൻഡ് മാഷ്ലീഫ് ഇൻ ദ ഇയർ 1984. 1984 ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ തിയറിയിൽ പറയുന്നത് ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ട്, ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ട്. ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഏത് സോഴ്സിനെയാണ്? ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഫണ്ട് ഏതാണ്? ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. അതിനുശേഷമാണ് ഡെറ്റ്. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇക്വിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇക്വിറ്റി സോഴ്സ് ഓഫ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് പറയുന്ന തിയറി ഏതാണ്? പെക്കിംഗ് ഓർഡർ തിയറിയാണ്. പെക്കിംഗ് ഓർഡർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മയോസ് ആൻഡ് മാഷ്ലീഫ് ഇൻ ദ ഇയർ 1984. ഈ ഒരു തിയറിയിൽ പറയുന്ന ഒരു ഓർഡർ മറക്കരുത്. ആദ്യം ഇന്റേണൽ സോഴ്സ് ഓഫ്, ആദ്യം നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഫിനാൻസിങ് ആണ്. അതിനുശേഷം വേണം നമ്മൾ ഡെറ്റ് ഫണ്ട്. അതും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇക്വിറ്റി ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3 ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഓക്കെ അല്ലേ? ഓർഡർ ഓഫ് പ്രിഫറൻസ് ഏതാണ്? ഇന്റേണൽ ഫണ്ട്, ഡെറ്റ്, ഇക്വിറ്റി. ഇൻട്രൊഡ്യൂസ് ചെയ്തത് മയോസ് ആൻഡ് മാഷ്ലീഫ് ആണ്. മയോസ് ആൻഡ് മാഷ്ലീഫ്
ഇൻ ദ ഇയർ 1984. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പെക്കിംഗ് ഓർഡർ തിയറി ഈസ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ് പെക്കിംഗ് ഓർഡർ തിയറി. പെക്കിംഗ് ഓർഡർ തിയറിയിൽ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് പറയുന്നുണ്ട്. ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് മറക്കരുത്. ആദ്യം ഇന്റേണൽ ഫണ്ട് ആണ്, നെക്സ്റ്റ് ഡെറ്റ് ആണ്, ഏറ്റവും ലാസ്റ്റ് ആണ് ഏത്, ഇക്വിറ്റി ഫണ്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇന്റേണൽ ഫണ്ട്, ഡെറ്റ്, ഇക്വിറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a major function of financial management? Financial managementന്റെ മേജർ ഫംഗ്ഷൻ അല്ലാത്തത്. ഓക്കെ, which is the following is not a major function എന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, മാർക്കറ്റിംഗ് ഡിസിഷൻ. ഓക്കെ, നമുക്കറിയാം കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഡിസിഷൻ ഏരിയയിൽ നിന്നുള്ളത്. കഴിഞ്ഞ HSST കൊമേഴ്സിന് വരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഏരിയയിൽ നിന്ന്, ഈ ഡിസിഷൻ ഏരിയ എന്നുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്കോപ്പ്, ഫിനാൻസിങ് ഡിസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 3 ഡിസിഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ളത്. ഫസ്റ്റ് വൺ ഫിനാൻസിങ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ, തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ, 3 ഡിസിഷൻസ് ഏതൊക്കെയാണ്, ഫിനാൻസിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻ. 3 ഡിസിഷൻസ് ആണ്. ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ, 3 ഡിസിഷൻസ്. ഇതില് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസിങ് ഡിസിഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ഫിനാൻസിങ് ഡിസിഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, സോഴ്സ് ഓഫ് ഫണ്ട്. ഏത് സോഴ്സിൽ നിന്ന് വേണം നമ്മൾ ഫണ്ട് കണ്ടെത്താൻ. ഓക്കെ, ഏത് സോഴ്സിൽ നിന്ന് വേണം, ലോങ് ടൈം സോഴ്സിൽ നിന്ന് വേണോ, ഷോർട്ട് ടൈം സോഴ്സിൽ നിന്ന് വേണോ, അതോ ഓണേഴ്സ് ഫണ്ട് വേണോ, ബോറോഡ് ഫണ്ട് വേണോ, ഏത് സോഴ്സിൽ നിന്ന് വേണം നമ്മൾ ഫണ്ട് കണ്ടെത്താൻ, അതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫണ്ട് പ്രൊക്യൂർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ഏത് സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടത്, അതാണ് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നത്. ഡിവിഡൻഡ് ഡിസിഷനിൽ എന്താണ് വരുന്നത്, നമ്മൾ എവിടെ അല്ലെ, നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഡിവിഡൻഡ് ഡിസിഷനിൽ വരുന്നത് നമ്മൾ ഷെയറിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് ഡിവിഡൻഡ് അല്ലേ. എത്രത്തോളം ഡിവിഡൻഡ് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, ആ ഒരു ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ മറ്റൊരു പേരാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു പെർമനന്റ് ഫണ്ട് ആണ്. ഓക്കെ, പെർമനന്റ് ഫണ്ട് ആണ്, ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ് എന്ത്, റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണോ അതോ നമ്മൾ റീറ്റെയിൻ ചെയ്യണോ, ആ ഡിസിഷൻ ആണ് ഏത്, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ കണ്ടെത്തിയ ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഇല്ലേ, നമ്മൾ കണ്ടെത്തിയ ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. ഓക്കെ, 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുന്നിൽ. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ലോങ് ടൈമിലേക്ക് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ? എന്താണ് കറണ്ട് അസറ്റ്? ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി ഉള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഒക്കെ എന്താണ്, കറണ്ട് അസറ്റുകളാണ്. അപ്പൊ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ്സിന് വേണ്ടുന്ന ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷനെ അപ്പൊ എന്താ പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ലോങ് ടൈം അസറ്റുകൾ അല്ലെ, മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ്, ഇതൊക്കെയാണ് ലോങ് ടൈം അസറ്റുകൾ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസിനെ നമ്മൾ എന്തെന്ന് പറയും, ലോങ് ടൈം ഡിസിഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. എന്താണ്
ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് അറിയപ്പെടും. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ? ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് മറക്കരുത്. ഫിനാൻസിംഗ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. സോഴ്സ് ഓഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഈ കണ്ടെത്തിയ ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. കിട്ടുന്ന പ്രോഫിറ്റ്, ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണോ, അതോ കുറച്ച് നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണോ? അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്ത്? മാർക്കറ്റിംഗ് ഡിസിഷൻ. ഓപ്ഷൻ എ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ബി ഫിനാൻസിംഗ് ഡിസിഷൻ, ഓപ്ഷൻ സി ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് 3ഉം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡിസിഷൻസ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പിൽ വരുന്നതാണ്. ഏതാണ് അല്ലാത്തത്? മാർക്കറ്റിംഗ് ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് 3ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? 4th question, under the net income theory the cost of equity. നെറ്റ് ഇൻകം തിയറി അല്ലെ, നെറ്റ് ഇൻകം തിയറി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ റിലവന്റ് തിയറിയിൽ വരുന്നതാണ് ഏത്? നെറ്റ് ഇൻകം തിയറി. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ റിലവന്റ് തിയറിയിൽ അണ്ടറിൽ വരുന്നതാണ് ഏത്? നെറ്റ് ഇൻകം തിയറി. ഈ നെറ്റ് ഇൻകം തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. അണ്ടർ ദ നെറ്റ് ഇൻകം തിയറി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ട്. ഇൻക്രീസസ് വിത്ത് ലിവറേജ്, ഓപ്ഷൻ ബി ഡിക്രീസസ് വിത്ത് ലിവറേജ്, ഓപ്ഷൻ സി റിമൈൻസ് കോൺസ്റ്റന്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഫസ്റ്റ് ഡിക്രീസസ് then increases. അപ്പൊ നോക്കിയേ, 4 ഓപ്ഷൻ ഉണ്ട്. എന്താണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ? യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് അല്ലെ, അതായത് ഡെറ്റ് ഫണ്ട്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നതിനെ, ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻകം തിയറി എന്താന്ന് പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഈ ഓപ്ഷൻസിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ റിലവന്റ് തിയറിയാണ് ഏത്? നെറ്റ് ഇൻകം തിയറി. എന്താണ് റിലവന്റ് തിയറി? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഫേമിന്റെ വാല്യൂനെയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. വാല്യൂനെയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഡിസിഷൻ ആണ് ഏത്? റിലവന്റ് ഡിസിഷൻ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ ഒരു റിലവന്റ് തിയറിയാണ് നെറ്റ് ഇൻകം തിയറി. ഈ നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്, റിലവന്റ് തിയറി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാല്യൂനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു തിയറിയുടെ അസംഷൻ, ഈ ഒരു തിയറിയുടെ കോർ ഐഡിയ എന്ന് പറഞ്ഞാല്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം നമ്മൾ ഡെറ്റ് ഫണ്ട് കൂട്ടുന്നോ, ഓക്കെ, ലിവറേജ് കൂട്ടുന്ന അനുസരിച്ച് ഡെറ്റ് ഫണ്ടിന്റെ കണ്ടന്റ്, ഡെറ്റ് ഫണ്ടിന്റെ പ്രൊപ്പോർഷൻ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഫേമിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയുടെ മേജർ ഒരു ഐഡിയ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലിവറേജ് കൂടുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യാം? കൂട്ടാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാം? കുറയ്ക്കാം. എങ്ങനെയാണ് ഫേമിന്റെ വാല്യൂ കൂടുന്നത്? അതായത് ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്ത് കൊടുക്കും? നമ്മൾ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും ഇല്ലേ? ഇപ്പൊ ഡിബഞ്ചറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും. ആ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. നമുക്ക് ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ് ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൂട്ടാനും നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും പറ്റും. ഓക്കെ,
അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത് കൂടുതൽ ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാം, ഫേമിന്റെ വാല്യൂ നമുക്ക് കൂട്ടാം. ഓക്കെ, ഫേമിന്റെ വാല്യൂ കൂട്ടാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കും എന്ത് സംഭവിക്കുന്നു? നെറ്റ് ഇൻകം തിയറിയില് കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് ലിവറേജ് ഡെറ്റ് കൂട്ടുന്നതനുസരിച്ചും ഡെറ്റ് കുറയ്ക്കുന്നതനുസരിച്ചും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കും കോസ്റ്റ് ഓഫ് ഡെറ്റിനും മാറ്റം വരുന്നില്ല. എത്രത്തോളം ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്താലും നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിട്ട് തന്നെ നിൽക്കുന്നു? കോസ്റ്റ് ഓഫ് ഡെറ്റും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, നെറ്റ് ഇൻകം തിയറിയുടെ ഒരു മേജർ അസംഷൻ ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അണ്ടർ നെറ്റ് ഇൻകം തിയറി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്? റിമൈൻസ് കോൺസ്റ്റന്റ്, ചേഞ്ച് ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നുണ്ടോ? ഇല്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നില്ല. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറയുന്നതും ഇല്ല. ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും ദെൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നില്ല. അസംഷൻ ആണ്, നെറ്റ് ഇൻകം തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണെന്ന്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആണ് നോർ കോർപ്പറേറ്റ് ടാക്സസ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് എല്ലാവർക്കും ഇൻഫർമേഷൻ ഈക്വലി ആക്സസബിൾ ആണെന്നുള്ള ഒരു അസംഷൻ ആണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നെറ്റ് ഇൻകം തിയറി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നെറ്റ് ഇൻകം തിയറി എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ്. ഇത് റിലവന്റ് തിയറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് ഡ്യൂറന്റ് ആണ്. കേട്ടോ, നെറ്റ് ഇൻകം തിയറി കൊണ്ടുവന്ന വ്യക്തി ഡേവിഡ് ഡ്യൂറന്റ് ആണ്. അതുപോലെ നെറ്റ് ഇൻകം തിയറിയിൽ എന്താ പറയുന്നത്? നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കൂട്ടുന്നതനുസരിച്ച്, ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ ഫേമിന്റെ വാല്യൂ കൂടുന്നു. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും സഹായിക്കുന്നു. കാരണം ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും നെറ്റ് ഇൻകം തിയറിയിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ലിവറേജ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയോ കോസ്റ്റ് ഓഫ് ഡെറ്റോ ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് 4 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാല്? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് നമുക്ക് പല ഫോമിൽ കൊടുക്കാം അല്ലെ. ക്യാഷ് ആയിട്ട് കൊടുക്കാം. ക്യാഷ് ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് ഏത്? ക്യാഷ് ഡിവിഡൻഡ്. ഓക്കെ, ക്യാഷ് ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതാണ് ക്യാഷ് ഡിവിഡൻഡ്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാല് ഷെയറിന്റെ രൂപത്തിൽ. സ്റ്റോക്ക് ഡിവിഡൻഡിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ബോണസ് ഡിവിഡൻഡ് എന്നും പറയാം. കേട്ടോ, സ്റ്റോക്ക് ഡിവിഡൻഡിനെ നമുക്ക് ബോണസ് ഡിവിഡൻഡ് എന്നും പറയാം. അതായത് ഷെയറിന്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ്, അസറ്റ് അതർ ദാൻ ക്യാഷ്. ഓക്കെ, ക്യാഷ് അല്ലാതെ മറ്റ് അസറ്റിന്റെയോ പ്രോഡക്ട്സിന്റെയോ ഫോമില് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തയാണ് ഏത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. എന്താണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാല് അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ആ ഒരു അറ്റ് എ ടൈം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഒരു പ്രൊമിസറി നോട്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോമിസറി നോട്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഏത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 4 ഫോംസ് ആണ്. ഏതൊക്കെയാണ്? ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്തായിരുന്നു? ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ഫോം ഓഫ് ക്യാഷ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇപ്പൊ 1ന്റെ ഏതാണ്? ബി ആണ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ക്യാഷ്. അടുത്ത സ്റ്റോക്ക് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞു ഷെയറിന്റെ ഫോമിൽ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ അഡീഷണൽ ഷെയർ.
ഓക്കെ, അപ്പൊ സെക്കൻഡ് ഏതാണ്? എ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ. തേർഡ് എന്താണ്? അസറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതർ അല്ലെ, ക്യാഷ് അല്ലാതെ മറ്റ് അസറ്റിന്റെ രൂപത്തിൽ കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ കൈൻഡ് ഇല്ലേ, 3 എന്ന് പറയുന്നത് ഏതാണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫോർത്ത് വൺ ഏതാ? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബട്ട് പെയ്ഡ് ലേറ്റർ വയ പ്രോമിസറി നോട്ട്. പ്രോമിസറി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷെ പിന്നീട് ഒരു പ്രോമിസറി നോട്ടിന്റെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫോർത്തിന്റെ ആൻസർ ഏതാണ്? ഡി ആണ്. ഓക്കെ, അപ്പൊ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? 1B, 2A, 3C ആൻഡ് 4D. ഓക്കെ, ഫോംസ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ പ്രീവിയസ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് പ്രീവിയസ് ഇയറിൽ ഫോംസ് ഓഫ് ഡിവിഡൻഡിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് മാത്രമാണ് ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ക്യാഷ് ആണ്. സ്റ്റോക്ക് ഡിവിഡൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ഷെയർ ആണ്. അസറ്റിന്റെ ഫോമിൽ അല്ലെ, മറ്റ് അസറ്റുകളെ പ്രോഡക്റ്റിന്റെ ഒക്കെ ഫോമിൽ കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഒരു ലേറ്റർ പീരീഡിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഏത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ABC analysis categorize inventory based on consumption value. Statement 2, A items are of low value and need less control. ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ABC അനാലിസിസ് അല്ലെ, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററീസിനെ, സ്റ്റോക്കിനെ ഇവിടെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. ABC 3 കാറ്റഗറി ആയിട്ട്. ഓക്കെ, 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഓൾവേസ്, ബെറ്റർ, കൺട്രോൾ. ഈ എ കാറ്റഗറി ഐറ്റം എന്ന് പറഞ്ഞാല് ഹൈ വാല്യൂ ഉള്ള ഐറ്റം ആണ്. ഓക്കെ, എ കാറ്റഗറി ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ വാല്യൂ ഉള്ള ഐറ്റം ആണ്. പക്ഷെ അവരുടെ എണ്ണത്തിൽ അവരെന്തായിരിക്കും? കുറവായിരിക്കും. നമ്പർ ഓഫ് ഐറ്റം എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ അതിന്റെ വാല്യൂ ഭയങ്കര ഹൈ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ കാറ്റഗറിയിലുള്ള ഐറ്റത്തിന് സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ വേണം. ഓക്കെ, എ കാറ്റഗറിയിലുള്ള ഐറ്റത്തിന് സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷന്റെ ആവശ്യം ഉണ്ട്. ഇനി എന്താണ് ബി കാറ്റഗറി? ഒരു മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റം ആയിരിക്കും. ഓക്കെ, ബി കാറ്റഗറിയിൽ മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റം ആയിരിക്കും. ഒരു മോഡറേറ്റ് ഇൻ നമ്പറും ആയിരിക്കും. അതുകൊണ്ട് മോഡറേറ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ആയിരിക്കും ബി കാറ്റഗറിയിലുള്ള ഐറ്റത്തിന് വേണ്ടത്. സിയിലേക്ക് വരുമ്പോൾ ലോ വാല്യൂ ഐറ്റം ആണ്. ഓക്കെ, സി കാറ്റഗറി എന്താണ്? ലോ വാല്യൂ ഐറ്റം ആണ്. ലെസ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ മതി. ഇവർ എണ്ണത്തിൽ ഒരുപാടുണ്ടായിരിക്കും, കൂടുതൽ കാണും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് അല്ലെ, അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്താണ്? ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ, അതായത് എ കാറ്റഗറി ഐറ്റം, ബി കാറ്റഗറി ഐറ്റം, സി. എ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ, ഹൈ കൺസപ്ഷൻ വാല്യൂ ഉള്ള ഐറ്റം ആണ്. മോഡറേറ്റ് വാല്യൂ ഉള്ളതാണ് ബി. ലോ വാല്യൂ ഉള്ളതാണ് ഏത്? സി എന്ന് പറയുന്നത്. ABC. ഓക്കെ ആണല്ലോ ഇത് 3. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ABC അനാലിസിസ് കാറ്റഗറൈസ് ഇൻവെന്ററി ബേസ്ഡ് ഓൺ കൺസംഷൻ വാല്യൂ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ അല്ലേ? അതായത് കൺസംഷൻ വാല്യൂന്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. എ ഐറ്റം ആർ ഓഫ് ലോ വാല്യൂ. എ ഐറ്റം ലോ വാല്യൂ ഐറ്റം ആണോ? അല്ല. ഏറ്റവും ഹൈ വാല്യൂ സ്ട്രിക്റ്റ് സൂപ്പർവിഷനും ആവശ്യമുള്ള ഗുഡ്സ് ആണ് ഏത്? എ എന്നുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസും ആണ്. ഓക്കെ, അപ്പൊ ABC അനാലിസിസ് അതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ABC അനാലിസിസിൽ കൺസപ്ഷൻ വാല്യൂന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ എ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ, ഹൈ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ സ്ട്രിക്ട് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി ആണ് ഇവിടെ ഉള്ളത്? എ കാറ്റഗറിയിലുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വോൾട്ടേഴ്സ് മോഡൽ, if the rate of return on investment is greater than the cost of capital. വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് അല്ലെ, ഡിവിഡൻഡ് തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് അല്ലെ ഡിവിഡൻഡ് തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, രണ്ട് ഐറ്റം, റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. The rate of return on investment is greater than cost of capital. Rate of return എന്തിനേക്കാട്ടിൽ കൂടുതലാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഈ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഡിവിഡൻഡ് ഷുഡ് ബി മാക്സിമൈസ്ഡ്, അതായത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് കൊടുക്കണം. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഡിവിഡൻഡ് ഷുഡ് ബി മിനിമൈസ്ഡ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഫോർ റീഇൻവെസ്റ്റ്മെന്റ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുക. സി, ഡിവിഡൻഡ് ഡസ് നോട്ട് അഫക്ട് ഷെയർ പ്രൈസ്. ഡിവിഡൻഡ് ഇവിടെ ഒരു ഫാക്ടറേ അല്ല. ഡിവിഡൻഡ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഓപ്ഷൻ ഡി എന്താണ്? ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഡിവിഡൻഡ് തിയറിയിലെ വോൾട്ടേഴ്സ് മോഡൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? എത്രത്തോളം ഡിവിഡൻഡ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. എത്രത്തോളം പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്രത്തോളം പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് വോൾട്ടേഴ്സ് മോഡൽ, വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് എന്താ പറയുന്നത്? 2 കാര്യങ്ങൾ നോക്കണം. റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൂടെ കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതലാണെങ്കിൽ, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീറ്റെയിൻ ചെയ്യാം. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഡിവിഡൻഡ് കൊടുക്കണ്ട, 0% ഡിവിഡൻഡ് പേ ഔട്ട് ആണ് നല്ലത്. ഡിവിഡൻഡ് കൊടുക്കണ്ട ഈ കണ്ടീഷനിൽ. നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കൂടുതൽ, ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിട്ടേൺ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യാൻ നോക്കണം, ഡിവിഡൻഡ് കൊടുക്കാൻ നോക്കരുത്. ഓക്കെ, ഇതിനെ നമുക്ക് ഗ്രോത്ത് ഫേം എന്ന് പറയാം. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് ഫേം എന്ന് പറയാം. ഇനി റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണെങ്കിൽ നമ്മൾ എന്ത് നോക്കും? ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഡിക്ലൈനിങ് ഫേം എന്ന് പറയാം. എന്താണ്? ഡിക്ലൈനിങ് ഫേം. ഓക്കെ അല്ലേ? തേർഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ, അത് നോർമൽ ഫേം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഡിസിഷൻ ഇവിടെ ഇറിലവന്റ് ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളത്, ഡിവിഡൻഡ് കൊടുക്കണോ അതോ റീറ്റെയിൻ ചെയ്യണോ എന്നുള്ളത് എന്താണ്? ഇറിലവന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. ഫേമിന്റെ വാല്യൂനെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് ഈ 3ാമത്തെ കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വോൾട്ടേഴ്സ് മോഡൽ, ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റേറ്റ് ഓഫ് റിട്ടേൺ എന്തിനെക്കാട്ടി കൂടുതലാണെങ്കിൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനിൽ അപ്പൊ ഏതായിരിക്കും കറക്റ്റ്? ഡിവിഡൻഡ് എന്ത് ചെയ്യണം? മിനിമൈസ് അല്ലെങ്കിൽ 0. ഡിവിഡൻഡ് കൊടുക്കണ്ട, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഡിവിഡൻഡ് തിയറി എന്നുള്ള ഒരു പോർഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്. വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വെച്ചാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഡിവിഡൻഡ് കൊടുക്കണോ അതോ റീറ്റെയിൻ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കമ്പാരിസൺ വെച്ചിട്ടാണ് പറയുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യാനായിട്ടായിരിക്കും നോക്കുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് അവിടെ 0 അല്ലെങ്കിൽ മിനിമൈസ്ഡ് സിറ്റുവേഷൻ ആയിരിക്കും. റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കൂടുതലെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ടും, അതായത് ഡിവിഡൻഡ് കൊടുക്കാനായിട്ടായിരിക്കും നോക്കുന്നത്, റീറ്റെയിൻ ചെയ്യാൻ നോക്കില്ല. R is equal to K, അതായത് റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഡിസിഷൻ ഇറിലവന്റ് ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്? അഫക്ട് ചെയ്യുന്നില്ല ഫേമിന്റെ വാല്യൂനെ. ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the following choose correct statement regarding commercial paper. Okay, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പർ ഒരു ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ്, ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ട് ആണ് ഇത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ
ഹൈലി ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ലാർജ് കോർപ്പറേഷൻസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഷോർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 7 days to 365 days ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 7 days to 365 days ആണ്. ആരാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്? ഹൈലി ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ലാർജ് കോർപ്പറേഷൻസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഓർക്കാലോ. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ ഒരു അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? കൊമേഴ്ഷ്യൽ പേപ്പർ. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കൊമേഴ്ഷ്യൽ പേപ്പറിനെ നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ, കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് എ ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഷോർട്ട് ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞു, സെക്യൂരിറ്റി ഒന്നും വെക്കണ്ടാണെന്ന് പറഞ്ഞു ഇല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ 2 എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 7 days ആൻഡ് മാക്സിമം ഓഫ് 1 year. ഓക്കെ, ആൻഡ് മാക്സിമം ഓഫ് 1 year. മെച്യൂരിറ്റി പീരീഡ് നമ്മൾ പറഞ്ഞു മിനിമം 7 ആണ്, മാക്സിമം 1 year ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് ബാക്ക്ഡ് ബൈ കൊളാട്രൽസ് ലൈക്ക് എ ലാൻഡ്, മെഷീനറി ഓർ ഇൻവെന്ററി. നമ്മൾ പറഞ്ഞു സെക്യൂർഡ് അല്ല, കൊമേഴ്ഷ്യൽ പേപ്പർ സെക്യൂർഡ് അല്ല, കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ് ആണ്. നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും വെക്കേണ്ട ആവശ്യം ഇല്ല. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് ഒന്നും നമ്മൾ സെക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല, സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഒരു ഷോർട്ട് ടൈം അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം 7 days to മാക്സിമം 365 days അല്ലെങ്കിൽ 1 year. അപ്പൊ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. കാരണം സെക്യൂരിറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ് ആണെന്ന് പറഞ്ഞു, പിന്നെ അന്നേരം സെക്യൂരിറ്റി വെക്കേണ്ട ആവശ്യം ഇല്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, only companies with a high credit rating can issue കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലേ? ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസിനാണ് ഏത് നല്ലത്, ഏത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പൊ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ഓപ്ഷൻ എ 1 and 2 ആണ് കറക്റ്റ്. 1, 2 and 4, 1, 3 and 4 all of the above. നമുക്ക് all of the above കറക്റ്റ് അല്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ കൊമേഴ്ഷ്യൽ പേപ്പർ നമുക്ക് ബ്രീഫ് ഔട്ട് ചെയ്ത് എന്ത് പറയാം? ഒരു അൺസെക്യൂർഡ് ഷോർട്ട് ടൈം പ്രോമിസറി നോട്ടാണ്. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എങ്ങനെ? 7 days to 1 year ആണ്. അതുപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി വെക്കേണ്ട ആവശ്യം ഇല്ല, ഫേമിന്റെ അസറ്റ് ഒന്നും സെക്യൂർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഹൈലി ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ? ദ കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് അല്ലേ? കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ആ ഒരു ഒപ്റ്റിമൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നമ്മളുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുന്നതും ഫേമിന്റെ വാല്യൂ കൂട്ടുന്നതുമായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് സെലക്ട് ചെയ്യുമല്ലോ. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്? നമ്മുടെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂടണം. ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂടണം. പക്ഷെ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ പോയിന്റ് വെയർ ഫേം വാല്യൂ ഈസ് അറ്റ് മാക്സിമം ആൻഡ് overall cost of capital is at the minimum. Okay, capital structure is a combination of debt and equity. ആ ഡെറ്റും ഇക്വിറ്റിയും തമ്മിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഡെറ്റും ഇക്വിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ
അത് നമ്മുടെ ഫേമിന്റെ വാല്യൂ കൂട്ടാനും നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാനും പറ്റുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Which of the following is not an internal factor affecting capital structure? Okay, factors affecting capital structure എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് which of the following is not an internal factor? ഇപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടർ ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട് അല്ലെ. ഓർഗനൈസേഷൻ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്, പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സൈസ് ഓഫ് ദ കമ്പനി അല്ലെ, കമ്പനി നമ്മൾക്ക് ലാർജ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിന്റെ റിക്വയർമെന്റ് അതിനനുസരിച്ച് കൂടും, അതിനനുസരിച്ച് നമുക്ക് ഓണേഴ്സ് ഫണ്ടും ബോറോവ്ഡ് ഫണ്ടും ആവശ്യമായിട്ട് വരും. അപ്പൊ സൈസ് ഓഫ് ദ കമ്പനി എന്നുള്ളത് ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. ഗവൺമെന്റ് റെഗുലേഷൻ ഓൾറെഡി നമുക്കറിയാം, ഗവൺമെന്റിന്റെ ലോസ് ടാക്സ് ലോസ് ഒക്കെ എന്താണ് എല്ലാ കമ്പനീസിനും സെയിം ആണ്. അതൊരു ഇന്റേണൽ ഫാക്ടർ അല്ല, അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. ഓക്കെ, സൈസ് ഓഫ് ദ കമ്പനി എന്നുള്ളത് എന്താണ് ഇന്റേണൽ ഫാക്ടർ ആണ്. അടുത്താണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ കമ്പനി. പ്രോഫിറ്റബിലിറ്റി ഈസ് ഓൾസോ ആൻ ഇന്റേണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ കമ്പനി. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടർ ഏതാണ്, അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടർ അല്ലാത്തത് ഏതാണ്? ഗവൺമെന്റ് റെഗുലേഷൻ ആണ്. ഓക്കെ, ഗവൺമെന്റ് റെഗുലേഷൻ ഈസ് ആൻ എക്സ്റ്റേണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ, ജൂനിയർ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സിലബസിൽ നിന്നും ഉള്ള വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.